ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോയുമായിട്ട്. സോ ഐ ആം ബാക്ക്. ഇത്രയും നാൾ എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഞാൻ ഇതേപോലത്തെ കുറച്ച് സാഹസ്യങ്ങൾ ചെയ്യാൻ പോയതാണ്. തീക്കളി, കമ്പത്തിരി, പൂത്തിരി, മുതലായ പലതും ഞാൻ ഇങ്ങനെ അഭ്യസിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ശാന്തവും സുന്ദരവുമായ നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ ഈ ലോകത്തിനകത്ത് 3 കളിയാണ് കളിച്ചിട്ടുള്ളത്. ആ 3 കളിയും ഒന്നും പറ്റാതെ പോയതാണ്. സർവൈവൽ മോഡായതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. നമുക്കിന്ന് ക്രിയേറ്റീവ് മോഡിട്ട് കളിക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ കുറച്ച് ടൂൾസ് വാങ്ങാൻ പൈസ കൊടുക്കണം സുഹൃത്തുക്കളെ. വേണ്ട, നമുക്ക് നോർമൽ ക്രിയേറ്റീവ് മോഡ് സുഹൃത്തുക്കളെ. ക്രിയേറ്റീവ് ലാഗാണ് സുഹൃത്തുക്കളെ ഫോൺ മൊത്തം. ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും ദൈവത്തിന് തന്നെ അറിയാം. സുഹൃത്തുക്കളെ, നമുക്ക് പേരിടാം. പേരെന്തോന്ന്? മണി, MONEY, NET അല്ല, വൈ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ക്രിയേറ്റ് എനിവേ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ക്രിയേറ്റ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ക്രിയേറ്റ് ആവണവരെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ക്രിയേറ്റ് ആയി ഒരു നല്ലൊരു കിടില ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് തന്നെ. ഈ ലോകം ശാന്തവും സുന്ദരവുമായ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ തണുത്ത ലോകമാണ് സുഹൃത്തുക്കളെ. ഇത്രയും വിൻ്റർ സീസണിൽ ചാടി പോകാൻ ഇവന് തണുപ്പെടുക്കൂലെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ക്രിയേറ്റീവ് മോഡായതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിഞ്ഞൂടെ എന്തൊക്കെയാണോ ഒന്ന്. നമുക്ക് താഴോട്ട് ചാടിയാൽ ഞാൻ കുറച്ച് വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ട്, സോളോ വിനറിൻ്റെയൊക്കെ. അപ്പോൾ അതിനകത്ത് താഴോട്ട് ചാടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളങ്ങോട്ട് താഴോട്ട് ചാടി പോവുകയാണ്. ചാടിയെന്ന് പറഞ്ഞാൽ എന്തോന്ന് ഇങ്ങനെ കുഴിച്ച് അങ്ങ് പോകണം സുഹൃത്തുക്കളെ. എന്താണ് ഇത്രയും ശക്തിയാണ് സുഹൃത്തുക്കളെ നമ്മളെ കൈക്ക്. കണ്ടോ, നമ്മൾ കുഴിച്ച് 26 അടി മണ്ണ് കഴിഞ്ഞ് മുകളിലോട്ടൊന്ന് നോക്കാം. എൻ്റെ പൊന്നെ, ഇത്രയും താഴ്ചയിൽ വന്ന് നമ്മൾ ഒരു രസകരമായ കാര്യമാണ്. രസകരമായ കാര്യമൊന്നുമല്ല ഇത്. കട്ട് ചെയ്ത് പാടുപെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു ബോറിങ് വീഡിയോ ആയി പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. ചുമ്മാ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒന്നെടുത്ത് ചാടാൻ പറ്റുമോ സുഹൃത്തുക്കളെ? നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ പൊങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്താൽ പൊങ്ങുമല്ലേ സുഹൃത്തുക്കളെ? ഒന്നും പൊങ്ങുന്നില്ല സത്യമായിട്ടും. താഴോട്ട് നമ്മൾ പോയി പോകുമ്പോൾ ഇരുട്ട് മാത്രമേ കാണാവൂ. ഏകാന്തതയുടെ അപാരതീരം. അങ്ങനെ കുറേ നേരത്തെ ഏകാന്തതയ്ക്ക് ശേഷം നമ്മൾ ആ സത്യം അറിഞ്ഞു. നമ്മൾ ചുമ്മായാണ് കുഴിക്കുന്നത്. ഇതിനകത്തൊന്നുമില്ലാതെ കുഴിച്ച് നമ്മളങ്ങ് താഴോട്ട് പോയി ഒരു സ്ഥലത്തേക്ക് എത്തിയതായിട്ട് എനിക്ക് ചുറ്റും നോക്കിയപ്പോൾ തോന്നുന്നു സുഹൃത്തുക്കളെ. നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും കിട്ടിയോ നോക്കാൻ ഞാൻ എടുത്തപ്പോഴാണ് ആ സംഭവം ഞാൻ അറിയുന്നത്. നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് സാധനങ്ങളുണ്ട് സുഹൃത്തുക്കളെ ക്രിയേറ്റീവ് മോഡിൽ. അത് ഞാൻ ഇപ്പോഴാണ് അറിയണത്, അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച പൊട്ടനെ കാണിക്കുമോ സുഹൃത്തുക്കളെ? ഇത്രയും പൊട്ടത്തിനെ കാണിച്ച് എന്നെ പൊട്ടൻ ഷിബോന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, നമ്മളിൽ എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. ടോർച്ചും ഉണ്ട്. തൽക്കാലം ടോർച്ച് വേണ്ട സുഹൃത്തുക്കളെ. നമ്മൾ ടോർച്ചില്ലാതെ ഏകാന്തതയോ അപാര തീരത്തിൽ കളിച്ചുകൊണ്ടിരുന്നാൽ മതി. അതല്ലേ ഒരു രസം സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഴിവുള്ളവർക്ക് കളിക്കാൻ പറ്റും. എൻ്റെ പോലത്തുള്ളവർക്ക് അത് കളിക്കാൻ പറ്റത്തില്ല. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നടന്നെന്ന് ചോദിച്ചാൽ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് നമ്മളൊരു ഗോൾഡ് വരെ ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മളൊരു കണക്കിടാണ്. പിന്നെ എന്തിനാണ് ഈ ക്രിയേറ്റീവ് ഒക്കെ? ഇത്രയും സംഭവങ്ങൾ കയ്യിലുണ്ടായിട്ട് സുഹൃത്തുക്കളെ, നമുക്ക് വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് ഇതിൻ്റെ മോഡ് മാറ്റാം. സർവൈവലാക്കാൻ പറ്റും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട്. എന്നാലും നമ്മളങ്ങനെയല്ല. നമുക്ക് ഇതാണെന്നുള്ളത് ക്രിയേറ്റീവ് മോഡ് സുഹൃത്തുക്കളെ. എങ്ങനെ നമ്മൾ എവിടെയോ നമ്മളെ ഈ കയ്യിലിരിക്കുന്ന ഈ കല്ല് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണം സുഹൃത്തുക്കളെ. നമ്മൾ താഴെയായിട്ട് നമ്മളെ മോള് കാണാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. വെച്ചപ്പോൾ ലൈറ്റ് കത്തുന്നു. എന്തിനാ ഭാരം? കണ്ടു, ലൈറ്റ് കത്തുന്നു. ലൈറ്റ് കത്തി ഒരു വഴിയുമില്ലാതെ ലൈറ്റ് കത്തുന്നു. ഇത്രയും ലൈറ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യമായിട്ടും. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ. ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞു തരുന്നവർക്ക്
എന്തോന്ന് ഒന്നും തരില്ല. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കുത്തിയിരിക്കണം. സുഹൃത്തുക്കളെ, മൊത്തത്തിലൊരു പണിയാണ് കേട്ടോ മൈൻക്രാഫ്റ്റ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കളിക്കുന്നവന്മാരെ സമ്മതിക്കണം. സോളോ അതൊക്കെ കിടിലമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ചാടിയാലേ ഇത് വയ്ക്കാൻ പറ്റും അടിയിൽ. ഇത് എനിക്കും പോരടിയില്ല സുഹൃത്തുക്കളെ, എനിക്കൊന്നും അറിഞ്ഞോളും കൂടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്നും അറിയാതെ ചാടി വിൽക്കുകയാണ്. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ പാർട്ട് 2 ഇറക്കൂ, കാരണം ഭയങ്കര ബോറിങ്ങാണ്. ശരി എന്നാൽ ബൈ.